അഖണ്ഡ 2 നമ്മുടെ ബാലയ്യ നന്ദമൂരി ബാലകൃഷ്ണ സാറിന്റെ അഖണ്ഡ 2 ഇപ്പൊ റിലീസ് ആയിട്ടുണ്ട്. അപ്പം ഇന്ന് തൊട്ട് വേൾഡ് വൈഡ് എല്ലാം പടം റിലീസാകും. നമുക്കറിയാം ഡിസംബർ 5-നാണ് പടം ഇറങ്ങാനിരുന്നത്. എന്നാൽ ചില ഡിസ്ട്രിബ്യൂഷൻ പ്രശ്നങ്ങൾ കാരണം അത് മാറ്റി വെക്കുകയായിരുന്നു. അപ്പം 2 പ്രീമിയർ ഷോസ് ആണ് രാത്രി നടന്നത്. അപ്പം അതിന്റെ റെസ്പോൺസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പൊ പടത്തിന് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഹെവി റെസ്പോൺസ് ആണ്. നമുക്കറിയാം അഖണ്ഡ ഫസ്റ്റിനെക്കാട്ടിലും ഡബിളായിട്ടാണ് അഖണ്ഡ 2ന്റെ റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്തെ മേക്കിംഗ് ആണേലും ഫൈറ്റ് ആണേലും നമ്മുടെ ബാലയ്യയുടെ ഒരു 1 മാൻ ഷോ എന്നാണ് ഇപ്പം റെസ്പോൺസ് പറയുന്നത്. പിന്നെ അതിന്റെ സോങ് നമ്മുടെ സംയുക്തയാണ് നായികയായിട്ട് എത്തുന്നത്. അപ്പം അതിന്റെ ആ സോങ് ഒക്കെ ഭയങ്കര ഒരു ഇറങ്ങിയപ്പോൾ തന്നെ വൈറലാണ്. അപ്പൊ നമുക്കറിയാം ബാലയ്യ തമൻ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ സോങ്സ് ആണേലും BGMs ആണേലും ഭയങ്കര ഒരു തിയേറ്റർ പൂരപ്പറമ്പാക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ അഖണ്ഡ 2-ലും സംഭവിച്ചു. നമുക്കറിയാം ഡാക്കു മഹാരാജ് ഒക്കെ തകർത്ത ഒരു BGM ആണ്. ഇപ്പോഴും അതിന്റെ ആ ഒരു ഓളം നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഓറയാണ് ആ ഒരു BGMന്. അപ്പം ഇതിനകത്തും കുറച്ച് BGMസും സോങ്സ് ആണെങ്കിലും ഒക്കെ ഭയങ്കര ഒരു റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിലൊക്കെ. അപ്പം എല്ലാവർക്കും പറയാനുള്ളത് നമ്മുടെ 1 മാൻ ഷോ ആണ് ബാലയ്യയുടെ ഇപ്പം അഖണ്ഡ 2. അപ്പം എന്തായാലും നല്ലൊരു തൂക്കാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് പടം കയറി കൊളുത്തിയേക്കുന്നതെന്നാണ് നമുക്കിപ്പം അറിയാൻ സാധിക്കുന്നത്. ഇപ്പം മോർണിംഗ് ഷോസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ തെലുങ്ക് സംസ്ഥാനങ്ങളിലൊക്കെ പടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രീമിയർ ഷോസിന്റെ റെസ്പോൺസ് വെച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പം എന്തായാലും ഒരു തൂക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നോർത്തിലൊക്കെ കത്താൻ സാധ്യതയുള്ള സിനിമയാണ്. കാരണം കുറച്ച് ഡിവോഷണൽ ടച്ചും പിന്നെ നമ്മുടെ മാസ് മസാല പടമായതുകൊണ്ട് നോർത്തിലൊക്കെ കയറി കൊളുത്താൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ കൊളുത്തുകയാണെങ്കിൽ പടം ഒരു ഹൈലി പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു തൂക്ക് തന്നെ നമ്മുടെ അഖണ്ഡ 2 പാൻ വേൾഡ് നടക്കും എന്ന് നമുക്ക് ഉറപ്പാണ്. പിന്നെ നമ്മുടെ കേരളത്തിലെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലും അത്യാവശ്യം തിയേറ്റർ ലിസ്റ്റുകൾ ഇപ്പം വരാൻ ചാൻസ് ഉണ്ട്. പടത്തിന് പോസിറ്റീവ് ആണ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇത് കയറും. കാരണം നമ്മുടെ ബാലയ്യയുടെ സിനിമകൾ ഇപ്പം കേരളത്തിലും ഭയങ്കര ഒരു പ്രേക്ഷകരുടെ ഇടയിലൊരു നല്ലൊരു പോസിറ്റീവ് വന്നിട്ടുണ്ട്. കാരണം പണ്ടൊക്കെ പുള്ളിയെ കളിയാക്കുമെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഒരു, അതായത് പുള്ളിയുടെ മാസൊക്കെ ഭയങ്കര ഒരു ഇതാണ്. കാരണം ഡാക്കു മഹാരാജൊക്കെ നമ്മുടെ കേരളത്തിലും അത്യാവശ്യം ഒന്ന് ഓടിയതാണ്. അപ്പം എന്തായാലും പടം കൊളുത്തുവാണെങ്കിൽ അതൊരു പാൻ വേൾഡ് തൂക്ക് തന്നെ ആയിരിക്കും. അപ്പം എന്തായാലും നല്ലൊരു പടമാണെന്നാണ് ഇപ്പൊ കേൾക്കാൻ സാധിക്കുന്നത്. നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ട ആ ഒരു ഗണ്ണ് വെച്ചിട്ടുള്ള ആ ഫൈറ്റും പിന്നെ പുള്ളി ശൂലം വെച്ചിട്ടുള്ള ഫൈറ്റ് എന്നൊക്കെ അതിനൊക്കെ സ്പെഷ്യൽ റെസ്പോൺസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഫൈറ്റുകളിൽ പുള്ളി ഒരു പുള്ളി ഓൾറെഡി മാസാണ്. ഡയലോഗ് ആണെങ്കിലും മാസാണ്, എല്ലാം കൊണ്ടും മാസാണ്. ഡാൻസ് കളിക്കുമ്പോൾ പോലും മാസാണ്. അപ്പം എന്തായാലും ഒരു 1 മാൻ ഷോ മാസ് പെർഫോമൻസ് ആണ് നമ്മുടെ ബാലയ്യയുടെ എന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും എല്ലാവരും ഒന്നിച്ചൊരു കിടിലം പാക്കേജ് ആയിട്ടാണ് ഇപ്പം നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പം എന്തായാലും നമ്മുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ ഇറങ്ങുമ്പോൾ പോയി കാണുക. എന്തായാലും ഇതൊക്കെ തിയേറ്ററിൽ ആസ്വദിക്കേണ്ട സിനിമകളാണ്. അപ്പം എന്തായാലും നല്ല ഹൈലി പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഇപ്പം അഖണ്ഡ 2-ന് പ്രീമിയർ ഷോസ് കഴിഞ്ഞപ്പം വരാൻ തുടങ്ങിയത്. പിന്നെ നമ്മുടെ തിയേറ്റർ ഷോസ് കൂടെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അപ്പോൾ സൗത്തിൽ ക്ലിക്കായോ നോർത്തിൽ ക്ലിക്കായോ എവിടെ ക്ലിക്കായോ നമുക്ക് അപ്പം അറിയാം. അപ്പം എന്തായാലും ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ വെച്ചിട്ട് അഖണ്ഡ തൂക്കി എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പം എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് വരട്ടെ. അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.